ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നാലാം ട്വൻ്റി20യിൽ സഞ്ജു സാംസണും തിലക് വർമ്മയ്ക്കും സെഞ്ചുറി. 51 പന്തിൽ നിന്നാണ് സഞ്ജു സെഞ്ചുറി നേടിയത്. തിലക് വർമ്മയുടെ തുടർച്ചയായ രണ്ടാമത്തെ സെഞ്ചുറിയാണിത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജോയ് മോൻ ചേരുന്നു. ജോയ്, ഇന്ത്യ ഇപ്പോൾ ഏത് നിലയിലാണ് കളിയിൽ പുരോഗമിക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഗൗതം, തുല്യശക്തികളുടെ പോരാട്ടത്തിന് വേദിയാകുമെന്ന് വിലയിരുത്തപ്പെട്ട ജോഹാനസ്ബർഗിൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ മേധാവിത്വമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യയെ 284 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് പടുത്തുയർത്തിയത്. അതായത് ഓപ്പണിംഗിൽ വീണ്ടും കത്തിക്കേറിയ സഞ്ജു സാംസണും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ തിലക് വർമ്മയും ഈ തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയോട് കൂടി 283 റൺസ് വിജയലക്ഷ്യമാണ് പടുത്തുയർത്തിയിരുന്നത്. അതായത് മറുപടി ബാറ്റിംഗിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പറഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ പന്തെറിയുന്ന ഇന്ത്യൻ ബോളിംഗ് സജ്ജം ദക്ഷിണാഫ്രിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതായത് നിലവിൽ 6 ഓവർ പിന്നിടുമ്പോഴത്തേക്ക് 32 റൺസ് എടുത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. അത് ഓപ്പണർമാരെ തുടരെ പുറത്താക്കി ഹർദീപ് സിംഗ് ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകിയിരുന്നു. അതായത് റയർ റിക്കൾട്ടിനെ പുറത്താക്കി ഹാർദിക് പാണ്ഡ്യയും പിന്നാലെ ഹെൻറിച്ച് ക്ലാസിനും ഇതുപോലെ മികച്ച സ്കോർ കണ്ടെത്താനാവാതെ പുറത്തായതോടെ ഏറെക്കുറെ ഇത് ഇന്ത്യക്ക് അനുകൂലമായി മത്സരം തിരിയുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൗതം, ശരി ജോയ്, എന്തായാലും നാലാമത്തെ ട്വൻ്റി20 മത്സരം അത് ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജോയ് മോൻ.